ഇസ്രായേലിന് നേർക്ക് ശക്തമായ ആക്രമണമാണ് ഹിസ്ബുള്ള ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നൂറുകണക്കിന് റോക്കറ്റുകളാണ് ടെല്ലവീവിന് നേർക്കും അതുപോലെ തന്നെ ഹർഫിഷി ഗലീലിക്ക് നേർക്കും വിട്ടയക്കുന്നത്. ബെൻഗുറിയോൺ വിമാനത്താവളം അടച്ചിരിക്കുന്നു. വലിയ രീതിയിൽ തന്നെ വെടിവെപ്പും നടക്കുന്നുണ്ട് എന്നുള്ളത്. അതിൽ കരയുദ്ധം ആരംഭിച്ചോ എന്നുള്ള കാര്യത്തിലും സംശയമുണ്ട്. ഏതായാലും ഹിസ്ബുള്ള കമാൻഡറായ ഫുആദ് ഷുക്കറെ കൊലപ്പെടുത്തിയതിൽ തിരിച്ചടിക്കുമെന്ന് ഹിസ്ബുള്ള പറഞ്ഞിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം റോക്കറ്റ് ആക്രമണം ഉണ്ടായെങ്കിൽ ഇപ്പോൾ സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. അതോടൊപ്പം തന്നെ ഇസ്രായേലിൻ്റെ വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കാറ്റ്സ് വിവിധ ലോകരാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരോട് പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ട് സന്ദേശം അയച്ചിരിക്കുന്നു. ഇത് തങ്ങൾക്ക് തിരിച്ചടിക്കാനും തങ്ങളുടെ രാജ്യത്തെ സംരക്ഷിക്കാനുമുള്ള അവകാശമുണ്ട്, അതിനെ പിന്തുണയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇസ്രായേൽ മാധ്യമങ്ങൾ പറയുന്നത് ഹിസ്ബുള്ളയും ഇറാന്റെ നിഴൽ സംഘടനകളുമാണ് ഈ ആക്രമണത്തിന് പിന്നിൽ നിന്ന്. വലിയ രീതിയിലുള്ള സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.